ഹായ് ഗൈസ്, കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ട്രേഡിങ്ങിനെ കുറിച്ച്, ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ച്, സ്ട്രാറ്റജീസിനെ കുറിച്ചായിരുന്നു അല്ലേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ എല്ലാ ട്രേഡേഴ്സും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് പൊസിഷൻ സൈസിങ്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. യഥാർത്ഥത്തിൽ എന്താണ് ഈ പൊസിഷൻ സൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പൊസിഷൻ സൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിലോട്ട് നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം യൂണിറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് ഈ പൊസിഷൻ സൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ റിസ്കിനനുസരിച്ച്, നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ച് നമ്മൾ അളവിൽ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കൂടുതൽ അളവിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഏൺ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നഷ്ടപ്പെടുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ എല്ലാ സമയത്തും പൊതുവെ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾ റിസ്ക് എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻ ആൻഡ് സൈക്കോളജിപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു നല്ല ട്രേഡർ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പൊസിഷൻ സൈസിങ് ചെയ്യുന്നത്, അത് ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ ഫോറക്സ് മാർക്കറ്റിലോട്ടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലാണ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൻ പോലെയുള്ള ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ, ഇതൻ പോലെയുള്ള വെബ്സൈറ്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ മാർക്കറ്റിൽ ആവശ്യമായുള്ള പൊസിഷൻ സൈസിങ് എത്ര അളവിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ക്യാപിറ്റൽ ആദ്യം നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്രയാണോ നമ്മുടെ ക്യാപിറ്റൽ അതെന്ത് ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത് റിസ്ക് ബൗണ്ടറി എന്നുള്ളതാണ്. അതായത് എത്ര പെർസെൻറ്റേജ് ആണ് ഒരു ട്രേഡ് നമ്മൾ റിസ്ക് എടുക്കുന്നത് എന്നുള്ളതാണ് ഈ റിസ്ക് ബൗണ്ടറിയിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റിസ്ക് പെർസെൻറ്റേജിൽ ഒരു 1% എന്ത് ചെയ്യുന്നു, അടിച്ചു കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ബൈ പ്രൈസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് പറയുന്ന ഒരു ഷെയറിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഈ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ബൈ ചെയ്യുന്ന പ്രൈസ് ഒരു 1000 ആണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു 1000 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. അതായത് ഏത് ഏരിയയിലോട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 1000-നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 970 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഷെയർസ്, എത്ര ഷെയർസ് നമ്മൾ ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 66 ഷെയർസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ബൈയിങ് ഏരിയ അല്ലെങ്കിൽ ബൈയിങ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്ന എത്ര ഷെയർസ് ആണ്, 66 ഷെയർസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് 1980, ഏകദേശം 2%, അതായത് 2000 റുപ്പീസ് ആണല്ലേ. ഈ 2000 റുപ്പീസ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ എത്ര പെർസെൻറ്റേജ് ആണ്, 1%. അപ്പോൾ ഈ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് 1% റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റ മോട്ടോഴ്സിന് 66 ഷെയർസ് ആണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഫോറക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബേബി പിപ്സ് പോലെയുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫോറക്സ് മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിലൊരു വ്യത്യാസം, ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റിയിലാണ് ബൈ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്വാണ്ടിറ്റി, 2 ക്വാണ്ടിറ്റി, 3 ക്വാണ്ടിറ്റി. ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലോട്ട് വരുന്ന സമയത്ത് ലോഡ് സൈസ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യില്ല. എന്നാൽ ഫോറക്സിലോട്ട് വരുന്ന സമയത്ത് ഇതേ മെത്തേഡ് ലോഡ് സൈസ് ആയിട്ടാണ് നമ്മൾ എവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക, ഫോറക്സിൽ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ബേബി പിപ്സിൽ എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ കാണുന്ന അക്കൗണ്ട് കറൻസി എന്നാണ് അല്ലേ. അക്കൗണ്ട് കറൻസി നമ്മൾ എന്ത് കൊടുക്കുക, USD കൊടുക്കുക. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് ബാലൻസ് ആണ് അല്ലേ. അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $1000 ആണെന്ന് വിചാരിക്കുക. ഈ $1000 എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ അടിച്ച് കൊടുക്കുന്നു. ഞാൻ അടുത്ത റിസ്ക് പെർസെൻറ്റേജ് ആണ്. ഞാൻ എപ്പോഴും നമ്മൾ എപ്പോഴും എത്ര മാത്രമേ റിസ്ക് എടുക്കാൻ പാടുള്ളൂ, 1% മാത്രമേ റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 1% എന്ത് ചെയ്ത് അവിടെ അടിച്ചു കൊടുത്തു. ഇനി അടുത്തത് സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് എന്തിലാണ്, സ്റ്റോപ്പ് ലോസ് ഇൻ പിപ്സിലാണ് നമുക്ക് അടിച്ചു കൊടുക്കുന്നത്. അതായത് എത്ര പിപ്സിലാണ് നമ്മൾ ആ ട്രേഡ് റിസ്ക് എടുക്കുന്നത് എന്നുള്ളതാണ് അടിച്ചു കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ റിസ്ക് എടുക്കുന്നത് 15 പിപ്പാണെന്ന് എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കറൻസി പെയർ ഏതാണ്, ഇവിടെ ഒരുപാട് കറൻസി പെയർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ USD അടിച്ചു കൊടുക്കുന്നു. ഈ കാൽക്കുലേറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഈ കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് എത്ര ലോഡ് സൈസിലാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് അളവിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് ലോട്ടായിട്ടുള്ള 0.0667, മിനി ലോട്ടായിട്ടുള്ള 0.667, മൈക്രോ ലോഡ് സൈസ് 6.667 ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇതിലൊരു ലോഡ് സൈസ് ആയിട്ട് കാൽക്കുലേറ്റ്, സ്റ്റാൻഡേർഡ് ലോഡിന് താഴെ എന്താണോ കാണുന്നത് ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോഡ് സൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫോറക്സ് മാർക്കറ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ ഏകദേശം $1000 1% ആണ് എന്ത് റിസ്ക് എടുക്കുന്നത്. ഏകദേശം $10 ആണ്. എത്ര എമൗണ്ട് ഓഫ് റിസ്ക് നിങ്ങൾ ഇവിടെ കണ്ടോ, എത്ര ഡോളർ നമ്മൾ റിസ്ക് എടുക്കുന്നത്, $10 റിസ്ക് എടുക്കുന്നത്. ഈ $10 റിസ്ക് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് 15 പിപ്പ് സ്റ്റോപ്പ് ലോസിന് അനുസരിച്ച് നമ്മൾ ലോഡ് സൈസ് വെക്കുന്നത് ഏകദേശം
0667 ആണ്. ഈ ലോട്ട് സൈസിലാണ് നമ്മൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്? ഫോറക്സിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ പൊസിഷൻ സൈസിങ്ങിൽ കറക്റ്റ് അളവിൽ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഒരുപാട് വെബ്സൈറ്റുകൾ, ഇതുപോലെയുള്ള ഒരുപാട് വേറെയും വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പൊസിഷൻ സൈസിങ് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഫോറക്സിലായിക്കോട്ടെ, ഇന്ത്യ മാർക്കറ്റ് ആയിക്കോട്ടെ, ലോകത്തുള്ള ഏത് മാർക്കറ്റിലായിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം പല ആളുകളും, പല ബിഗിനേഴ്സും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അവരൊരു ക്യാപിറ്റലിലെ 1% ഒന്നല്ല റിസ്ക് എടുക്കുക, അവർ 10%, 20%, 30% ഒക്കെ റിസ്ക് എടുക്കുക. അതിന് കാരണം എന്താണ്? അവർക്ക് വലിയ റിവാർഡുകളാണ് പല ആളുകളും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കുന്നത്, ആസ് എ ട്രേഡർ, ഇനി ബിഗിനേഴ്സ് ആയിക്കോട്ടെ, അഡ്വാൻസ് ആയിക്കോട്ടെ, ഏത് ആളുകളായിക്കോട്ടെ, ഒരു ട്രേഡറെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഏർണിങ്സിനേക്കാൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം പ്രൊട്ടക്റ്റ് യുവർ ക്യാപിറ്റൽ എന്നുള്ളതാണ്. നിങ്ങളുടെ ക്യാപിറ്റലിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്? പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പൊസിഷൻ സൈസിങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇനി ട്രേഡിങ്ങിലോട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള പുതിയ വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, ഇനി ഡിസിപ്ലിൻ ആൻഡ് ഇമോഷണൽ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ഫോളോ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ചാനലിൽ എന്തിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പേജ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എൻ്റെ വീഡിയോസുകൾ കഴിഞ്ഞാൽ ആ ബെല്ലറ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക?